ഹലോ എവരി വൺ. എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. റെസിസ്റ്ററുകളെ പറ്റിയും കപ്പാസിറ്ററുകളെ പറ്റിയും വളരെ ആഴത്തിൽ തന്നെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവ രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് ചെറിയ സർക്യൂട്ടുകൾ നമുക്കിനി നിർമ്മിച്ചു തുടങ്ങാം. നമ്മളിവിടെ തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്ത് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പാക്കുന്ന വീഡിയോകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ്. സ്റ്റേ ട്യൂൺ വിത്ത് മീ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് നിങ്ങൾക്ക് എൻ്റെ സ്ക്രാച്ചിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് RC ടൈം കോൺസ്റ്റന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R എന്ന് പറയുന്നത് റെസിസ്റ്ററിനെ സൂചിപ്പിക്കുന്നു, C എന്ന് പറയുന്നത് കപ്പാസിറ്ററിനെ സൂചിപ്പിക്കുന്നു. ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടി മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്യൂട്ട് കിട്ടും. അതിനെയാണ് RC നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. RC നെറ്റ്വർക്കില് RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. റെസിസ്റ്ററും കപ്പാസിറ്ററും പാസീവ് കമ്പോണന്റുകളാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ രണ്ട് കമ്പോണന്റുകളും കൂട്ടിച്ചേർത്തൊരു സർക്യൂട്ട് നിർമ്മിച്ചാൽ അതെങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തീർച്ചയായും ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കുറപ്പാണ് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന്. ഇത് കണ്ടിട്ടില്ലാത്തവർ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എല്ലാ വീഡിയോസും സീരീസ് ആയിട്ട് 1 by 1 ആയിട്ട് ലഭിക്കുന്നതാണ്. കണ്ടു മനസ്സിലാക്കിയിട്ട് വരിക, ഒന്നുപോലും മിസ്സാക്കാതെ കണ്ടിട്ട് വരിക. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ ഒരു അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ഞാൻ ഈ സീരീസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു സർക്യൂട്ടിലേക്ക് വരാം. ഈ ഒരു സർക്യൂട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 5 വോൾട്ടിന്റെ ഒരു സെല്ലുണ്ട്. ബാറ്ററി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്. റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 k ohm ആണ്, കപ്പാസിറ്ററിന്റെ വാല്യൂ 100 മൈക്രോഫാരഡ് ആണ്. അപ്പൊ ഇനിഷ്യലി നമ്മൾ ഇത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ഓൺ ആക്കണം, ശരിയല്ലേ? അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. സ്വിച്ച് ഞാനിവിടെ ഓൺ ആക്കാൻ പോവുകയാണ്. സ്വിച്ച് ഞാൻ ഓൺ ആക്കി. സ്വിച്ച് ഓൺ ആക്കിയ സമയത്ത് ഒരു കറണ്ട് ഫ്ലോ ഇതുവഴി ഉണ്ടായി. നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം കപ്പാസിറ്റർ ചാർജ് ആകുന്നു. അതായത് ഈ പച്ച വര എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ കൂടുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് സ്റ്റാർട്ടിങ്. സോ ഇനിഷ്യൽ ടൈമിൽ കപ്പാസിറ്ററിന്റെ ടെർമിനൽ പൊട്ടൻഷ്യലുകൾ വളരെ 0 ആണ്. അതിനുശേഷം അത് ഗ്രാജുവൽ ആയിട്ട് കൂടി 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 വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ടെർമിനൽ പൊട്ടൻഷ്യലുകൾ ഈ 5 വോൾട്ടിന്റെ അടുത്തേക്ക് എത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് സഡൻ ആയിട്ട് ഈ കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയല്ല ചെയ്തത്. ഗ്രാജുവൽ ആയിട്ട് സ്ലോ ആയിട്ട് കൂടുകയാണ് ചെയ്തത്. സ്ലോ ആയിട്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിംഗ് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം 0-യിൽ നിന്നും ഈ ഒരു 5 വോൾട്ടിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം ഒരു പർട്ടിക്കുലർ ടൈം റിക്വയർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ആ ടൈമിനെയാണ് നമ്മൾ RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഞാൻ വ്യക്തമായിട്ട് വിശദീകരിച്ച് തരുന്നതാണ്. അപ്പം RC ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നതിന് വലിയ പാടൊന്നുമില്ല. അതായത് ഈ റെസിസ്റ്ററിന്റെ വാല്യൂവിനെയും കപ്പാസിറ്ററിന്റെ വാല്യൂവിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RC ടൈം കോൺസ്റ്റന്റ് സെക്കൻഡ്സിൽ ലഭിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ ഓമിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷമായിരിക്കണം കാൽക്കുലേഷൻസ് ആരംഭിക്കേണ്ടത്. അതുപോലെ തന്നെ കപ്പാസിറ്ററിന്റെ വാല്യൂ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം വേണം രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പൊ അങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടും. അതിനെയാണ് RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് സെക്കൻഡിലായിരിക്കും. ആ RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ ടെർമിനൽ പൊട്ടൻഷ്യലുകൾ 63%, ഇവിടെ 5 വോൾട്ട് ആണ്, 5 വോൾട്ടിന്റെ 63% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3.15 വോൾട്ടേജ് വരും. അപ്പൊ 63%ത്തിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് 1 RC ടൈം കോൺസ്റ്റന്റ്. ശ്രദ്ധിച്ചു കേൾക്കണം. കപ്പാസിറ്ററിന്റെ ടെർമിനൽ പൊട്ടൻഷ്യലുകൾ
സീറോയിൽ നിന്നും 63% ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് സോഴ്സ് പൊട്ടൻഷ്യൽ, അതിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് 1 RC ടൈം കോൺസ്റ്റന്റ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആകാൻ വേണ്ടിയിട്ട് എത്ര RC ടൈം കോൺസ്റ്റന്റ് എടുക്കും? കാരണം 63% എത്താൻ വേണ്ടിയിട്ട് 1 RC ടൈം കോൺസ്റ്റന്റ് വേണം. അതായത് നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ സെക്കൻഡ്സിൽ, അത്രയും സെക്കൻഡ് സമയം എടുക്കും 63% ആകുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ 100% ആകുന്നതിന് വേണ്ടിയിട്ട് 5 RC ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും എടുക്കുക. ഇതിനെ നമുക്ക് ഒന്നുകൂടി സിമുലേഷൻ വളരെ സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. അപ്പം ഈ RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ വാല്യൂയും റെസിസ്റ്റൻസിന്റെ വാല്യൂനെയും കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RC ടൈം കോൺസ്റ്റന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് വളരെ പെട്ടെന്നായി പോയി, അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു 100 മൈക്രോ ഫാരഡ് ആക്കാം. ഇവിടെ ഒരു 1K ഇട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ പച്ച കളറിലുള്ളതാണ് വോൾട്ടേജ്. സോ ഇവിടുന്ന് ഈ കഴ്സറിൽ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടുന്ന് ചാർജായി 3.15 ആണ്, 15 or 25. ഈ ഒരു പോയിന്റ് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് 1 RC ടൈം കോൺസ്റ്റന്റ്. സോ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇത് 0 ആണ്. ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 1 RC, സെക്കൻഡ് ലൈൻ 2 RC, 3 RC, 4 RC, 5 RC. നോക്കൂ, 5 RC ആയപ്പോഴത്തേക്കും ഏകദേശം 99%, 4.967 വോൾട്ടേജ് ആ കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിൽ ചാർജായി, കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിൽ എത്തിപ്പെട്ടു. അറ്റ് ദ സെയിം ടൈം തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് കറണ്ട്. ഈ കപ്പാസിറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ കറണ്ട് ഹൈ ആയിരിക്കും. ഇനിഷ്യൽ കറണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. സോ ഇനിഷ്യൽ കറണ്ട് ഹൈ ആയിരിക്കും. കറണ്ട് ഇങ്ങനെ ഒഴുകി ഇനിഷ്യലി ഹൈ കറണ്ട് ഒഴുകി ഗ്രാജുവലി ആ കറണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഗ്രാജുവൽ ആയിട്ട് കൂടി വരും. ഇതാണ് കപ്പാസിറ്ററിന്റെ ചാർജിങ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇതാണ്. സോ ഇന്ന് RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്കൊരു എക്സാമ്പിൾ കൂടി കണ്ടുകൊണ്ട് നമുക്കതിനെ ഒന്ന് ആ ഒരു അറിവിനെ നമുക്കൊന്ന് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഒന്നുകൂടി ഞാൻ സിമുലേഷൻസ് റൺ ചെയ്യുകയാണ്. റീസെറ്റ് ചെയ്യുന്നു. കണ്ടില്ലേ, ഗ്രാജുവൽ ആയിട്ടാണ് കൂടുന്നത്. സോ ഈ ഒരു ടൈമിനെയാണ് നമ്മൾ RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണല്ലോ, ഈ ഒരു സ്വിച്ച് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായിട്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകും, ശരിയല്ലേ? അപ്പൊ ഡിസ്ചാർജ് ആകുന്നതിനും ഒരു പർട്ടിക്കുലർ ഇതുണ്ട്. അതായത് RC ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഏകദേശം ഒരു 32% ആണെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുള്ളി ചാർജ് ആയിട്ടുള്ള ആ ഒരു കപ്പാസിറ്റർ സഡൻ ആയിട്ട് കുറഞ്ഞു വന്നു. അങ്ങനെ ഒരു 32% എത്തുന്നത് വരെയുള്ള ആ ഒരു ടൈമാണ് 1 RC ഡിസ്ചാർജ് ടൈം കോൺസ്റ്റന്റ്. ബാക്കിയുള്ളത് 5 RC ആയി കഴിയുമ്പോഴത്തേക്ക് ഫുള്ളി ഈ ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകും. വ്യക്തമായല്ലോ? സോ അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വോൾട്ടേജിന് നമ്മൾ എത്ര വോൾട്ടേജ് ആണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു വോൾട്ടേജിന് ഈ RC ടൈം കോൺസ്റ്റന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. RC ടൈം കോൺസ്റ്റന്റ് ഓൺലി റിലേ ഓൺ റെസിസ്റ്റൻസ് വാല്യൂ ആൻഡ് കപ്പാസിറ്റൻസ് വാല്യൂ. വ്യക്തമായല്ലോ? അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് RC ടൈം കോൺസ്റ്റന്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഫോർമുല. അപ്പൊ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. RC ടൈം കോൺസ്റ്റന്റിനെ നമ്മൾ ടൗ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ടൗ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഈ ടൗ എന്ന് പറയുന്ന വാല്യൂ RC ടൈം കോൺസ്റ്റന്റ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ സെക്കൻഡ്സ്. ടൗ എന്ന് പറയുന്ന വാല്യൂ സെക്കൻഡ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കണ്ട സർക്യൂട്ടാണ് 100 മൈക്രോ ഫാരഡ് 10 കിലോ. ഓക്കെ, സോ 1 RC ടൈം കോൺസ്റ്റന്റ് കൊണ്ട് 63% ഓഫ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ, ടോട്ടൽ വോൾട്ടേജിന്റെ 63% 1 RC ടൈം കൊണ്ട് ചാർജ് ആകും. സോ ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂ കൂട്ടുകയാണെങ്കിൽ ഏകദേശം 1 RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിട്ട് വരും. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ 10 k ഓം റെസിസ്റ്റന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 k ഓം റെസിസ്റ്ററിനെ ഓംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് 10,000 ഓം ആണ് 10 കിലോ ഓം. അതുപോലെ തന്നെ 100 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന കപ്പാസിറ്ററിന്റെ വാല്യൂവിനെ നമ്മൾ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ 100 × 10⁻⁻6 ആണ് കപ്പാസിറ്ററിന്റെ വാല്യൂ ഒക്കെ വരുന്നത്. അത്രയും ഫാരഡ് ആയിരിക്കും. വളരെ ചെറിയൊരു സംഖ്യയാണ്, അതുകൊണ്ടാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ 10⁻⁻6 എന്ന് എഴുതിയിരിക്കുന്നത്. സോ നമ്മൾ 10 kയും മൈക്രോ ഫാരഡിനെയും നമ്മൾ കൺവേർട്ട് ചെയ്തു, ഓംസിലോട്ടാക്കി, ഫാരഡിലോട്ടാക്കി. എന്നിട്ട് ഈ രണ്ട് വാല്യൂസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ, ഇതാണ് കപ്പാസിറ്ററിന്റെ വാല്യൂ. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1 സെക്കൻഡ് എന്ന് കിട്ടി. ഈ വാല്യൂവിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഈ RC ടൈം കോൺസ്റ്റന്റ്, അതായത് ഈ ടൗ എന്ന് പറയുന്ന ഈ RC ആണ് 1 സെക്കൻഡ് ഫോർ ദിസ് സർക്യൂട്ട്. ഓക്കെ, സോ 1 RCയിൽ 63% ചാർജ് ആകും. 5 RC ആകുമ്പോഴത്തേക്കും 99% ചാർജ് ആകും. സോ ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആകുന്നതിന് വേണ്ടിയിട്ട്, ഫുള്ളി ചാർജ് 99% ചാർജ് ആകുന്നതിന് എത്ര സെക്കൻഡ് സമയം എടുക്കുമെന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുക. ഓക്കെ, ഇത് കപ്പാസിറ്ററിന്റെ ഒരു ചാർജിങ് സർക്യൂട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ ഇപ്പോൾ ചാർജ് ആയി എന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ ആ സ്വിച്ചിന്റെ എക്സാമ്പിളിൽ കണ്ടതുപോലെ ഈ 10 വോൾട്ടിന് പകരം നമ്മൾ ഗ്രൗണ്ട് കൊടുക്കുന്നു. ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ആ ഡിസ്ചാർജ് കർവാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. 1 RC ടൈം കൊണ്ട്, നേരത്തെ നമ്മളുടെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് കിട്ടിയ ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൗ എന്ന് പറയുന്നത് 1 RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിരുന്നു. സോ ഈ സെയിം സർക്യൂട്ട് നമ്മൾ ചാർജ് ചെയ്തതിനു ശേഷം ഇവിടെ ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ, ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് 37% ചാർജിലേക്ക് ഇത് ഡിസ്ചാർജ് ആയി മാറും. അതുപോലെ തന്നെ ഈ 5 RC ടൈം കോൺസ്റ്റന്റ് കൊണ്ട്, അതായത് 5 സെക്കൻഡ് കൊണ്ട് ഈ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആകുകയും ചെയ്യും. അതാണ് ഇവിടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിൽറ്ററുകളെ പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ലോജിക്കോ ഐഡിയയോ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇവിടെ ഞാൻ മറ്റൊരു ഇതുകൂടി കാണിച്ചിട്ടുണ്ട്. ഈ റെഡ് കളറിലുള്ളതാണ് ഡിസ്ചാർജിന്റെ ഇത്, ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് ചാർജിന്റെ ഇത്. സോ ഇവിടെയും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. 1000 വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തു, പക്ഷെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി വ്യത്യാസം വരും. ഇവിടെ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കപ്പാസിറ്ററിന്റെ വാല്യൂ 100 മൈക്രോ ഫാരഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 കിലോ ഓം എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ടൈം കോൺസ്റ്റന്റ്, ഇതൊരു കാൽക്കുലേറ്റർ ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സാസ് ഇൻസ്ട്രുമെന്റിന്റെ ഒരു കാൽക്കുലേറ്റർ കിട്ടും. ആ കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ RC ടൈം കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, എനർജി കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിനകത്ത് ഞാൻ ആ ടെക്സാസ് ഇൻസ്ട്രുമെന്റിന്റെ കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ആണ് നിങ്ങളെ ഇപ്പൊ കാണിക്കുന്നത്. 100 മൈക്രോ ഫാരഡ് 10 കിലോ ഓം കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ് ആണ്. ഇത് RC ടൈം കോൺസ്റ്റന്റ് ആണ്. 1 RC ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ 5 RC, അതായത് 5 സെക്കൻഡ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആകും. ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാല്യൂ റെസിസ്റ്റർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഈ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് 1 സെക്കൻഡ് എടുക്കുമല്ലോ 63% ഇത് ചാർജ് ആകുന്നതിന് വേണ്ടിയിട്ട്.
സോ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ഈ LED കത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ഞാൻ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഓപ്പാമ്പ് ആണ്. ഇതിനെപ്പറ്റി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. തീർച്ചയായും ഇതിനെപ്പറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിപ്പോ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ ഒക്കെ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഇവിടെ 63% വരണമല്ലോ. ഇവിടെ 5 വോൾട്ട് ആണ്. സോ ഈ വാല്യൂസ് ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് ഇന്ന് തോന്നുന്നു ഇന്ന് വീഡിയോ വളരെയധികം നീണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി നൽകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ.